എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് 2025 മാർച്ച് മാസം 29 സംഭവിക്കുന്ന മഹാശനിമാറ്റം തുലാക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത്. ചിത്തിരയുടെ രണ്ടാമത്തെ പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം ഉൾപ്പെടുന്ന 2.25 നക്ഷത്രങ്ങളാണ് തുലാക്കൂറിലുള്ളത്. തുലാക്കൂറുകാരുടെ ശനിമാറ്റ ഫലങ്ങൾ പറയുന്നതിന് മുൻപ് അവരുടെ പൊതുവിലുള്ള സമയവും ഈ ശനിമാറ്റത്തിൻ്റെ ചില പ്രത്യേകതകൾ നമുക്കൊന്ന് പരിശോധിക്കാം. 12 രാശികളിലെ അത്ര അനുകൂലമല്ലാത്ത സമയം നടക്കുന്ന ഒരു രാശിയാണ് തുലാം. അതിൻ്റെ കാരണം അഷ്ടമം എന്ന ദുരിതസ്ഥാനത്ത് സഞ്ചരിക്കുന്ന വ്യാഴമാണ്. തുലാം രാശിക്കാരുടെ മനസ്ഥാനമായ 5-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നു, അതുപോലെ തന്നെ അഷ്ടമത്തിൽ വ്യാഴവും സഞ്ചരിക്കുന്നു. ഇത് രണ്ടിൻ്റെ ഒരുമിച്ചുള്ള ഈ സഞ്ചാരം മനസ്സിനെ വളരെയധികം ബുദ്ധിമുട്ടിച്ച് ഇമോഷണൽ ട്രോമ ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു സമയമാണ് ശരിക്കും ഇത്. 2023 ജനുവരി മാസത്തിൽ തന്നെ ശനി ഇതിൻ്റെ 5-ാം ഭാവത്തിലേക്ക്, രാശിയുടെ 5-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് ഇമോഷണലി വിഷമം ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുക. ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം, അവർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം. അതുപോലെ തന്നെ 2024 മെയ് മാസം 1-ാം തീയതി വ്യാഴം അഷ്ടമഭാവത്തിലേക്ക് മാറുമ്പോൾ ഇവർക്ക് വലിയൊരു ഒരു തിരിച്ചടിയാണ് വരുന്നത്. അതുവരെ ചെയ്തിരുന്ന എന്തെങ്കിലും പ്രവർത്തികളിൽ നിന്നുള്ള നമ്മൾ തന്നെ എടുത്ത തീരുമാനങ്ങളിൽ നിന്നുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടി നമുക്ക് വരികയും നമുക്കതിനെ മറികടക്കാൻ കഴിയാത്തൊരു ഭീതി ഉണ്ടാവുകയും നമ്മളൊരു ഇമോഷണൽ ട്രോമയിലായി പോകുന്ന ഒരവസ്ഥയും വരാം. പല രീതിയിൽ അത് വരാം. ഒന്നുകിൽ അത് ചില ബന്ധങ്ങളുടെ സങ്കീർണത കൊണ്ടുവരാം, സാമ്പത്തികമായ പ്രശ്നങ്ങൾ കൊണ്ടുവരാം, തൊഴിൽ മേഖലയിൽ ഈ രാശിയിൽപ്പെട്ട എല്ലാവരും തന്നെ ഇപ്പോൾ നിലവിൽ ഈ മാർച്ച് മാസത്തിൽ ഒരു ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിലോ അല്ലെങ്കിൽ ജോലിയിൽ അപമാനം നേരിട്ട അവസ്ഥയിലോ ആയിരിക്കും ഉണ്ടാവുക. ശാരീരികമായിട്ട് വളരെയധികം ഡൗൺ ആയിപ്പോയൊരു രാശിക്കാരാണ് ഇവർ. അതിൻ്റെ കാരണം ഈ പറഞ്ഞ മനസ്സിൻ്റെയും ശരീരത്തെയും തളർത്തിക്കളയുന്ന 2 തരത്തിലുള്ള ദോഷങ്ങൾ നടന്നു വരികയാണ്. അപ്പോൾ 2024 മെയ് മാസം മുതൽ ഇവർക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവർക്കുണ്ട്. മാനസികമായിട്ടുള്ള തൊഴിലിലെ നമുക്ക് ഒരിക്കലും ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ ഒരു ചോദ്യത്തിന് നമുക്കൊരു ഉത്തരം കിട്ടുമ്പോഴാണ് നമുക്കൊരു മനസ്സിലൊരു സമാധാനം ഉണ്ടാകും. ഉത്തരമില്ലാത്തൊരു ചോദ്യം മനസ്സിൽ കടന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ആലോചിച്ച് ചിതയാണെന്ന് പറഞ്ഞതുപോലെ നമ്മൾ അതിനെപ്പറ്റി ഓർത്ത് സ്വയം ദഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് സ്വയം ബോധ്യപ്പെടുകയും അതെന്ത് ചെയ്യുമെന്നൊരു ഭീതി മനസ്സിലുണ്ടായി നമുക്ക് മാനസികമായിട്ട് ശാരീരികമായിട്ട് നമുക്ക് തളർന്നു പോകുന്നൊരവസ്ഥയാണ്. രാവിലെ എഴുന്നേക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ. അതിന് എഴുന്നേറ്റാൽ നമുക്ക് എന്ത് ചെയ്യുമെന്നൊരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരമില്ലായ്മയാണ് ഈ എല്ലാത്തിനും കാരണം. ഭക്ഷണം കഴിച്ചിട്ട് എന്താ ജീവിക്കണോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു നെഗറ്റീവ് ചിന്തകളൊക്കെ, അതുപോലെ ശരീരത്തിൻ്റെ തൂക്കം കുറയുക, മുടി കൊഴിയുക, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ദുരിതങ്ങൾ തലമുടി മുതൽ കാൽനഖം വരെയുള്ള എല്ലാ ശരീരഭാഗങ്ങൾക്കും ശോഷണം സംഭവിക്കുന്ന രീതിയിലുള്ള ദുരിതങ്ങൾ ഈ രാശിക്കാർക്ക് 2024 മെയ് മാസം മുതൽക്ക് 2024 ഏകദേശം ഒരു ഒക്ടോബർ മാസത്തിനുള്ളിൽ തന്നെ സംഭവിച്ചു കാണും. അതിൻ്റെ കാരണം ഈ ദുരിതമാണ്. അപ്പോൾ എങ്കിൽ പോലും വ്യാഴത്തിൻ്റെ വക്രഗതി ഇവർക്ക് ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ, ജനുവരിയിലുണ്ട് എങ്കിലും ഡിസംബർ മാസം വരെ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം ലഭിക്കുകയുള്ളൂ. ഇവർക്ക് പെട്ടെന്നൊരു പ്രതീക്ഷിക്കാത്തൊരു ആശ്വാസം എന്തെങ്കിലും തരത്തിലുള്ള ചിലപ്പോൾ ഒരു സ്ഥലം മാറ്റമായിരിക്കാം, ചിലപ്പോൾ ഒരു വേറെ സ്ഥലത്തേക്ക് പോയി താമസിക്കുന്ന ഒരു അവസരമായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ളൊരു ആശ്വാസം ഇവർക്ക് 2024 ഒക്ടോബർ മാസം മുതൽക്ക് ലഭിച്ചതാണ് ഈ രാശിക്കാർക്ക്. അപ്പോൾ ഒരു ആശ്വാസം, ഏതൊരു കഷ്ടകാല സമയത്തിനിടയ്ക്ക് ഒരു ആശ്വാസം എന്ന് പറയുന്നതുപോലെ ആ ഒരു 3 മാസം അവർക്കൊരു ആശ്വാസം ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ കിട്ടി. എന്നാൽ വീണ്ടും ജനുവരി മുതൽക്ക് വീണ്ടും ടെൻഷനുകളൊക്കെ ആയിട്ട് ഈ രാശിക്കാരിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ഈ മാർച്ച് മാസത്തെ ശനിമാറ്റ സമയത്തിലേക്ക് എത്തുമ്പോൾ ഇവർ ജീവിതത്തിൻ്റെ ആ ലോ പോയിന്റ്, ഏറ്റവും താഴത്തൊരു അവസ്ഥ ഇതിലെത്തിയിട്ടുണ്ടാവും. ഒരു വ്യക്തിപരമായും പ്രൊഫഷണലായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ഈ ഇനി താഴാനൊന്നുമില്ല എന്നൊരവസ്ഥയിലാണ് ഈ രാശിക്കാർ ഇപ്പോൾ നിലവിലുള്ളത്. ഈ മാർച്ച് മാസത്തിൻ്റെ ഈ അവസാന ആഴ്ചകളിൽ അങ്ങനത്തെ ഒരു അവസ്ഥ, ഇനി എന്ത് ചെയ്യുമെന്നൊരു ചോദ്യം, പലർക്കൊക്കെ പ്രതീക്ഷ നൽകുന്നൊരു മാറ്റമാണ് ഈ വരുന്ന ശനിമാറ്റം. അതിൻ്റെ ജ്യോതിഷപരമായിട്ടുള്ള കാരണങ്ങളും ഒക്കെ നമുക്ക് ശനിയുടെ മാറ്റത്തിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ശനി 2025 മാർച്ച് മാസം 29 മുതൽക്ക് 2028 ഫെബ്രുവരി മാസം 22 വരെ മീനം രാശിയിൽ സംക്രമിക്കുന്നു. മീനം രാശിയിൽ ശനി ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, മാർച്ച് മാസം 29 മുതൽക്ക് 2028 ഫെബ്രുവരി മാസം 22-ാം തീയതി. അപ്പോൾ ഏകദേശം ഒരു 2 വർഷവും 11 മാസവും വന്നല്ലോ. അപ്പോൾ അതിൻ്റെ കാരണം ശനി അത്രയും ആ രാശി നിൽക്കുന്നില്ല. മീനൻ രാശിയിൽ നിന്ന് അധികാരം സംഭവിച്ചിട്ട് അടുത്ത രാശിയായിട്ടുള്ള മേടത്തിലേക്ക് ശനി
2027 ജൂൺ 2 മുതൽക്ക് 4.5 മാസത്തേക്ക്, 2027 ഒക്ടോബർ 21 വരെയുള്ള 4.5 മാസത്തേക്ക് ശനി അധികാരം സംഭവിച്ച് അടുത്ത രാശിയിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഈ ശനിമാറ്റ ഫലങ്ങൾ നമ്മൾ പറയുമ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ മാത്രമേ അതിൻ്റെ പൂർണ്ണതയുള്ളൂ. നവഗ്രഹങ്ങളുടെ ഫലങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൽ പെട്ടെന്ന് രാശി മാറുന്ന ഗ്രഹങ്ങളായിട്ടുള്ള ശുക്രൻ, ചൊവ്വ, സൂര്യൻ, ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ ഫലങ്ങൾ ഒരു 2.5 വർഷത്തെ ഫലത്തെ അത്ര കണ്ട് സ്വാധീനിക്കില്ല. എങ്കിൽ പോലും അത് മാസഫലങ്ങൾ സ്വാധീനിക്കും. എങ്കിലും രാഹുകേതുക്കളും വ്യാഴവും ശനിയും ഇത് ആണ് ഏറ്റവും കൂടുതൽ കാലം ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ. അതിൻ്റെ സ്ഥിതി പരസ്പരം പരസ്പര ഗ്രഹങ്ങളുടെ സ്ഥിതി സ്വാധീനിക്കും. അപ്പോൾ നമുക്ക് ഈ ശനിമാറ്റ സമയത്ത് നടക്കുന്ന വ്യാഴത്തിൻ്റെയും അതുപോലെ തന്നെ രാഹുകേതുക്കളുടെയും മാറ്റപ്രകാരമാണെന്ന് പരിശോധിക്കാം. രാഹു ഇപ്പോൾ മീനം രാശിയിലുള്ള രാഹു മെയ് മാസം 20 അടുത്ത രാശിയായിട്ടുള്ള കുംഭം രാശിയിലേക്ക് സംക്രമിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ കന്നി രാശിയിലുള്ള കേതു മെയ് മാസം 20 അടുത്ത രാശിയായിട്ടുള്ള ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കും. നമുക്ക് മനസ്സിലായി കാണും രാഹുകേതുക്കൾ പിറകിലേക്കാണ് സഞ്ചരിക്കുന്നത്, അല്ലാണ്ട് നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ടല്ല. ഇപ്പം മീനത്തിൽ നിൽക്കുന്ന രാഹു അടുത്ത രാശിയായിട്ടുള്ള മേടത്തിലേക്കല്ല പോകുന്നത്, കുംഭത്തിലേക്കാണ് പോയിരുന്നത്. അതുപോലെ തന്നെ കന്നിയിൽ നിൽക്കുന്ന കേതു ചിങ്ങത്തിലേക്കാണ് പോയിരുന്നത്. ഈ ശനിമാറ്റ കാലത്തിനുള്ളിൽ തന്നെ അടുത്ത വർഷം ഡിസംബർ 7 വീണ്ടും രാഹുകേതുക്കളുടെ മാറ്റമുണ്ട്. രാഹു മകരം രാശിയിലേക്കും കേതു കർക്കടകം രാശിയിലേക്കും സംക്രമിക്കുന്നു. ഇതുപോലെ തന്നെ വളരെ പ്രത്യേകതകൾ നിറഞ്ഞാണ് വ്യാഴത്തിൻ്റെ ഈ ശനിമാറ്റ കാലത്തിനുള്ളിൽ തന്നെയുള്ള സഞ്ചാരം. വ്യാഴം സാധാരണ ഒരു വർഷമാണ് ഒരു രാശിയിൽ സഞ്ചരിക്കുക. ഇപ്പോൾ ഇടവൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴം മെയ് മാസം 14 തീയതി മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു. എന്നാൽ മിഥുനം രാശിയിൽ നിന്നുകൊണ്ട് വ്യാഴം ഒക്ടോബർ മാസം 17 തീയതി അധികാരം സംഭവിച്ച് അടുത്ത രാശിയായിട്ടുള്ള കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു. കർക്കിടകത്തിന് തിരികെ ഡിസംബർ മാസം 7 തീയതി വക്രഗതിയിൽ മിഥുനം രാശിയിൽ വീണ്ടും പ്രവേശിക്കുന്നു, അവിടെ തന്നെ തുടരുന്നു. ഈ വ്യാഴം സാധാരണ സഞ്ചാരം പോലെ തന്നെ ജൂൺ മാസം 1 വീണ്ടും അടുത്ത വർഷം കർക്കിടകൻ രാശിയിലേക്ക് 2026 ജൂൺ മാസം 1 തീയതി സംക്രമിക്കുന്നു. അവിടെ നിന്ന് 2026 ഒക്ടോബർ മാസം 30 വീണ്ടും അധികാരം സംഭവിച്ച് അടുത്ത രാശിയായിട്ടുള്ള ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കുന്നു. അവിടെ നിന്ന് വക്രഗതിയിൽ ഡിസംബർ 13 വീണ്ടും കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുന്നു, അവിടെ തുടരുന്നു. വീണ്ടും ജൂൺ മാസം സാധാരണ രീതിയിലുള്ള രാശിമാറ്റം 2027 ജൂൺ മാസം 25 ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്ന വ്യാഴം അവിടെ നിന്ന് അധികാരം സംഭവിച്ച് നവംബർ മാസം 26 തീയതി അടുത്ത രാശിയായിട്ടുള്ള കന്നിയിൽ പ്രവേശിക്കുകയും അവിടെ വക്രഗതിയിൽ തുടരുകയും ചെയ്യുന്നു. അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള മാറ്റമാണ് വ്യാഴത്തിൻ്റെത് ഈ ശനിമാറ്റ കാലത്തിനുള്ളിൽ വരുന്നത്. അധികാരവും വക്രവും എല്ലാ വർഷവും വന്നുകൊണ്ട് 25-ലും 26-ലും 27-ലും അധികാരവും വക്രവും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ രാഹുകേതുക്കളുടെ രാശിമാറ്റം, അതുപോലെ തന്നെ ശനിയുടെ രാശിമാറ്റവും അധികാരവും 4.5 മാസത്തെ അധികാരവും ഇതെല്ലാം ഉൾപ്പെടെ തുലാം രാശിക്കാർക്ക് വരുന്ന ഫലങ്ങൾ എപ്രകാരമാണ് നമുക്ക് നോക്കാം. ശനിയുടെ 6ാം ഭാവത്തിലേക്കുള്ള മാറ്റം, ശനിയുടെ ഏറ്റവും നല്ല ഭാവങ്ങളിൽ ഒന്നാണ്. 3, 6, 11 ഏറ്റവും നല്ല ഭാവങ്ങൾ. അതിൽ 6ലേക്കുള്ള ശനിയുടെ മാറ്റം വളരെ നല്ലതാണ് ഈ രാശിക്കാർക്ക്. ഇവർക്ക് 2.5 വർഷത്തേക്ക് കാര്യമായിട്ടുള്ള തിരിച്ചടികളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു വളർച്ച, ഇവരുടെ ജീവിതത്തിൻ്റെ ഗ്രാഫ് മേളിലേക്കാണ് ഇനി വരുന്നത്. എന്നാൽ ശനി വളരെ മന്ദഗതിയിൽ ഫലം തരുന്ന ഗ്രഹമാണ്. മന്ദൻ എന്ന് തന്നെയാണ് എന്നെ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ഓവർ നൈറ്റ് ട്രാൻസ്ഫോർമേഷൻ ആരും പ്രതീക്ഷിക്കരുത്. കുറച്ച് മാസങ്ങൾ വേണ്ടി ഒരു ശനിയുടെ പൂർണ്ണ ഫലദാന ശേഷിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. എങ്കിലും ഇപ്പോൾ മുതൽക്ക് ഈ രാശിക്കാരുടെ ഒരു സംരക്ഷണം, ശനിയുടെ ഒരു സംരക്ഷണം ഈ രാശിക്കാർക്കുണ്ടാവും. ഇനി ഇവർക്ക് ഇപ്പോൾ വരെ വന്ന നഷ്ടങ്ങളും ഒക്കെ ഉള്ളൂ. ഇനി അങ്ങോട്ടൊരു നഷ്ടവും ഈ ശനിമാറ്റത്തിന് ശേഷം ഇവർക്ക് ഉണ്ടാവില്ല. നിലവിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും, പുതിയൊരു പ്രശ്നം ഉടലെടുക്കില്ല. വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ മെയ് 14 വ്യാഴം കൂടി ഇവരുടെ ഭാഗ്യസ്ഥാനത്തേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർക്കൊരു സുവർണ്ണകാലമാണ്. 2.5 വർഷത്തിൻ്റെ ഒരു സുവർണ്ണകാലമാണ് ഇവരെ കാത്തിരിക്കുന്നത്. കാര്യം വീണ്ടും വ്യാഴത്തിൻ്റെ കർമ്മവ്യാഴത്തിലേക്ക് ഒരു മാറ്റം വരുമെങ്കിലും അത്ര കാര്യമായിട്ടുള്ളൊരു ദോഷം ഇവർക്ക് വരില്ല. ഇവരുടെ ഇപ്പം നിലവിൽ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ അഭിമാനക്ഷതം, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ, ആരോഗ്യം നശിച്ച് അഭിമാനവും നശിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ രാശിക്കാർ ഇപ്പം നിലവിലുള്ളത്. അതെല്ലാം മാറി ധനപരമായിട്ടുള്ള നല്ല ബുദ്ധിമുട്ടുകളുണ്ടാവും. ഒരു തരം പേടിപ്പെടുത്തുന്ന ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആയിരിക്കും ഇപ്പോൾ ഉണ്ടാവുക. അതൊക്കെ മാറി നഷ്ടപ്പെട്ട ആരോഗ്യം തിരിച്ചു കിട്ടും. അതുപോലെ തന്നെ നഷ്ടപ്പെട്ട അഭിമാനമൊക്കെ തിരിച്ചു പിടിക്കാൻ സാധിക്കും. സാമ്പത്തിക രംഗമൊക്കെ നല്ല ഉണർവ് പ്രാപിക്കും. പൊതുവിൽ വളർച്ചയും എല്ലാ രംഗത്തും വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ബന്ധം ലഭിക്കുക. അതുപോലെ തന്നെ
പുനർവിവാഹം ആലോചിക്കുന്നവർക്ക് പുനർവിവാഹം നടക്കുക. അങ്ങനെ എല്ലാ രീതിയിലുള്ള ഒരു ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലുമുള്ള ഒരു വളർച്ചയും ഭാഗ്യവുമാണ് തുലാക്കൂറുകാർക്ക് ഈ ശനിമാറ്റത്തിലൂടെ ആരംഭിക്കുന്നത്. അത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം പൂർണ്ണമായിട്ടുള്ള ഫലങ്ങളിലേക്ക് എത്തുള്ളൂ എന്ന് മാത്രം. ഇനി അങ്ങോട്ട് കഷ്ടനഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല പുതുതായിട്ടുള്ളത്. അപ്പോൾ അതാണ് ഈ രാശിക്കാരുടെ പൊതുവിലുള്ള ഫലം. ഇവർ തുടക്കത്തിലുള്ള ഈ മാസങ്ങളൊന്ന് കടന്ന് വ്യാഴമാറ്റം വരെ എത്തുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ പിതൃക്കളെയൊക്കെ നന്നായി പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ട പൂജകളൊക്കെ അമാവാസി ദിനങ്ങളിലൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ പ്രീതി മെയ് മാസം വരെയും വരുത്തുക. വ്യാഴാഴ്ചകളിൽ ശാസ്താക്ഷേത്രങ്ങളും ശനിയാഴ്ചകളിൽ ദർശിക്കുന്നത് നല്ലതാണ്. അങ്ങനെ പൊതുവിലൊരു അനുകൂലമായ കാലത്തിലേക്കാണ് ഇവർ കിടക്കുന്നത്. മെയ് മാസം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ടുള്ള ഒരു പരിഹാരങ്ങളും ഇവർക്ക് ആവശ്യം വരില്ല. ഈ ശനിമാറ്റത്തിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് വർഷങ്ങൾ 2026 ജൂൺ മാസം 1 മുതൽ 27 ജൂൺ വരെയുള്ള സമയം ഇവർക്ക് കർമ്മവ്യാഴം വരുന്നുണ്ട്. തൊഴിൽപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരു വളരെ ജാഗ്രതയോട് മാത്രം കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യുക എന്ന് മാത്രമേ ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. മറ്റ് ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യങ്ങളും ഈ രാശിക്കാർക്കില്ല. ഒന്നും ഭയപ്പെടേണ്ട സമയം ഇനി മുമ്പോട്ടില്ല. ഇവർക്ക് 2 മാസങ്ങൾ കൂടി ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കുക. ഇവർക്ക് ഒരു അനുകൂല കാലഘട്ടം ആരംഭിക്കുകയാണ്. അപ്പോൾ തുലാ രാശിക്കാർക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും. നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക. ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ തുലാ രാശിക്കാർക്ക് ഒരിക്കൽ കൂടി എല്ലാ വിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും. നന്ദി, നമസ്കാരം.